തദ്ദേശ ദിനത്തോടനുബന്ധിച്ചുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ശശി തരൂർ എംപിയുടെ പ്രസ്താവന സർക്കാരിന്റെ പ്രവർത്തനത്തിനും കേരളത്തിനും കിട്ടിയ അംഗീകാരമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ്. തൃശൂർ ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് മോഷണ കേസിലെ പ്രതി റിജോ ആന്റണിയെ ബാങ്കിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ബാങ്കിന് മുന്നിൽ വൻ ജനക്കൂട്ടം തടിച്ചുകൂടി. മോഷണം പോയ മുഴുവൻ പണവും പോലീസ് കണ്ടെത്തി. പെരുമ്പിലാവിൽ ബാറിൽ സംഘർഷത്തിൽ യുവാവിന്റെ തലയോട്ടി അടിച്ചു തകർത്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെരുമ്പിലാവ് സ്വദേശി ഷക്കീറിനാണ് സുരക്ഷാ ജീവനക്കാരുടെ മർദ്ദനമേറ്റത്. തൃശൂർ KSRTC സ്റ്റാൻഡിന് സമീപം ഇലക്ട്രിക്കൽ ആൻഡ് സാനിറ്ററി വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. നിരവധി ഇലക്ട്രിക്കൽ സാനിറ്ററി ഉൽപ്പന്നങ്ങൾ കത്തിനശിച്ചു. ആർക്കും പരിക്കില്ല. പ്രസിദ്ധമായ മച്ചാട് മാമാങ്കം നാളെ. മാമാങ്കത്തിനുള്ള ദേശക്കുതിര നിർമ്മാണം അവസാന ഘട്ടത്തിൽ. എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കുന്നത് 11 കുതിരകൾ. കൊടുങ്ങല്ലൂർ ASI ഷഹീർ ബാബുവിനെ റൂറൽ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാർ സസ്പെൻഡ് ചെയ്തു. ED ചമഞ്ഞ് പണം തട്ടിയ സംഭവത്തിൽ അറസ്റ്റിലായതിനെ തുടർന്നാണ് നടപടി. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട നഗരസഭാ ചെയർപേഴ്സൺ വിളിച്ചു ചേർത്ത യോഗത്തിൽ കയ്യാങ്കളി. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചിൽ സംഘർഷം. വാർത്തകൾ വിശദമായി. തദ്ദേശ ദിനാഘോഷം നാളെയും മറ്റന്നാളുമായി ഗുരുവായൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കളക്ടറേറ്റിൽ അറിയിച്ചു. തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ സംസ്ഥാന അവാർഡുകളും മന്ത്രി പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ച രാവിലെ 10-ന് ഗുരുവായൂരിൽ നടക്കുന്ന അക്കാദമിക് സെക്ഷന്റെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിക്കും. ബുധനാഴ്ച രാവിലെ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും തദ്ദേശക മാസികയുടെ പ്രകാശനവും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് നിർവഹിക്കും. ഉച്ചയ്ക്ക് 12-ന് നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 2025 നവംബർ 1 ആകുമ്പോഴേക്കും അതിദാരിദ്ര്യമില്ലാത്ത കേരളമെന്ന ലക്ഷ്യത്തിലേക്ക് സർക്കാർ നീങ്ങുകയാണെന്ന് മന്ത്രി പറഞ്ഞു. ലൈഫ് ഭവന പദ്ധതിയിലൂടെ ഇതിനകം 5,41,316 വീടുകൾ അനുവദിച്ചു. ഇതിൽ 4,29,425 വീടുകൾ പൂർത്തിയാക്കി. 1,11,891 വീടുകൾ നിർമ്മാണത്തിലാണ്. ത്രിതല പഞ്ചായത്തുകളിൽ സ്മാർട്ട് പദ്ധതിയുമായി മുന്നോട്ടു പോകുകയാണെന്നും എല്ലാവർക്കും ഡിജിറ്റൽ സാക്ഷരതയുള്ള ആദ്യ സംസ്ഥാനമായി കേരളം മാറുകയാണെന്നും മന്ത്രി അറിയിച്ചു. തദ്ദേശ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ സംസ്ഥാന അവാർഡുകൾ മന്ത്രി പ്രഖ്യാപിച്ചു. സ്വരാജ് പുരസ്കാരത്തിൽ സംസ്ഥാനത്തെ മികച്ച ജില്ലാ പഞ്ചായത്തായി കൊല്ലം ജില്ലാ പഞ്ചായത്തിനെയും മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി മലപ്പുറം പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിനെയും മികച്ച രണ്ടാമത്തെ ബ്ലോക്ക് പഞ്ചായത്തായി കൊടകര ബ്ലോക്ക് പഞ്ചായത്തിനെയും തിരഞ്ഞെടുത്തു. മികച്ച ഗ്രാമപഞ്ചായത്തായി കോട്ടയം വെളിയന്നൂർ പഞ്ചായത്തിനെ തിരഞ്ഞെടുത്തപ്പോൾ 3-ാം സ്ഥാനം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു. മികച്ച നഗരസഭയ്ക്കുള്ള സ്വരാജ് ട്രോഫി പ്രഖ്യാപിച്ചപ്പോൾ തൃശൂരിന് അഭിമാന നേട്ടമായി. 1-ാം സ്ഥാനം ഗുരുവായൂർ നേടിയപ്പോൾ 2-ാം സ്ഥാനം വടക്കാഞ്ചേരി നഗരസഭയ്ക്കാണ്. മികച്ച മുനിസിപ്പാലിറ്റി ആകെ 250 മാർക്കാണ്. 168 മാർക്ക് നേടിയ തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിക്കാണ്. 138 മാർക്ക് നേടിയ തൃശൂർ ജില്ലയിലെ തന്നെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിക്കാണ് 2-ാം സ്ഥാനം. സ്വരാജ് ജില്ലാ പുരസ്കാരത്തിൽ 1-ാം സ്ഥാനം എളവള്ളി ഗ്രാമപഞ്ചായത്തും 2-ാം സ്ഥാനം നെന്മണിക്കര ഗ്രാമപഞ്ചായത്തും നേടി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള മഹാത്മാ പുരസ്കാരത്തിന് ജില്ലാതലത്തിൽ 1-ാം സ്ഥാനം വെങ്കിടങ്ങ് പഞ്ചായത്തും 2-ാം സ്ഥാനം പാവറട്ടി പഞ്ചായത്തും നേടി. മികച്ച നഗരസഭയ്ക്കുള്ള മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം വടക്കാഞ്ചേരി നഗരസഭയ്ക്കാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ്, ഡയറക്ടർ സൂരജ് ഷാജി, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TC വിനോസ്, തൃശൂർ. സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഏർപ്പെടുത്തിയ സ്വരാജ് മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ദൃശ്യ മാധ്യമ പുരസ്കാരത്തിന് 24 ചീഫ് റിപ്പോർട്ടർ സുർജിത് അയ്യപ്പത്ത് അർഹനായി. തൃശൂർ കളക്ടറേറ്റിൽ മന്ത്രി എം.പി. രാജേഷാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. 25,000 രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഗുരുവായൂർ നഗരസഭയിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പദ്ധതിയെക്കുറിച്ചുള്ള വാർത്തയാണ് പുരസ്കാരത്തിന് അർഹമായത്. പത്രമാധ്യമ വിഭാഗത്തിൽ MK സുരേഷ്, SR പ്രവീൺ എന്നിവർക്കാണ് പുരസ്കാരം. ബുധനാഴ്ച ഗുരുവായൂരിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ശശി തരൂർ എംപിയുടെ പ്രസ്താവന സർക്കാരിന്റെ പ്രവർത്തനത്തിനും കേരളത്തിനും കിട്ടിയ അംഗീകാരമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ്. തൃശൂർ കളക്ടറേറ്റിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി എം.പി. രാജേഷ്.
സർക്കാരിനെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ എന്തിനാണ് വൈമനസ്യം? എതിർത്താൽ അങ്ങനെ ഇല്ലാതാകുമോ? കണ്ണടച്ചാൽ ഇരുട്ടാവുമെന്ന സങ്കുചിതത്വം വെടിയണമെന്നും മന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ പ്രവർത്തനത്തിനും കേരളത്തിനുമുള്ള ഒരു അംഗീകാരമല്ലേ കേരളത്തിൽ ഉണ്ടാവുന്ന മാറ്റം? എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുള്ള നല്ല മാറ്റങ്ങളെ അംഗീകരിക്കാൻ എന്തിനാണ് വൈമനസ്യം? ശശി തരൂർ നല്ലത് പറഞ്ഞാൽ അദ്ദേഹം വസ്തുതകളുടെ പഠനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്, കണക്കുകൾ ഉദ്ധരിച്ചിട്ടല്ലേ പറഞ്ഞത്. അതിനെ എതിർത്തത് കൊണ്ട് അങ്ങനെ അല്ലാണ്ടാവും. ഇപ്പോ പകലാണ്, നമ്മൾ കണ്ണടച്ചുകൊണ്ട് രാത്രിയാണ്. അതുകൊണ്ട് ഈ സങ്കുചിതത്വം വെടിയാത്രത്തോളം കാലം കേരളത്തിലെ ഹരിതകർമ്മസേനയെക്കുറിച്ച് ദുഷ്പ്രചരണം നടക്കുന്നുണ്ട്. ഇത് മുഖവിലക്കെടുക്കുന്നില്ലെന്നും നല്ല രീതിയിലാണ് ഹരിതകർമ്മസേന പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ഹരിതകർമ്മസേന പിരിക്കുന്ന യൂസർ ഫീ ഒഴിവാക്കില്ല. ദ്രവമാലിന്യ സംസ്കരണത്തിനും സെപ്റ്റിക് മാലിന്യ സംസ്കരണത്തിനും ഊന്നൽ നൽകുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. TCV ന്യൂസ്, തൃശൂർ. ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിൽ നിന്നും ജീവനക്കാരെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി 15 ലക്ഷം രൂപ കവർന്ന കേസിലെ പ്രതി റിജോ ആന്റണിയുടെ തെളിവെടുപ്പ് പൂർത്തിയായി. പോട്ടയിലെ ബാങ്കിൽ തെളിവെടുപ്പിനെത്തിച്ച പ്രതിയെ കാണാൻ ജനം തടിച്ചുകൂടി. ഏറെ ശ്രമിച്ചാണ് 20 മിനിറ്റ് നീണ്ട തെളിവെടുപ്പ് പോലീസ് പൂർത്തിയാക്കിയത്. ഇന്ന് പുലർച്ചെ റിജോ ആന്റണിയുടെ പോട്ടയിലുള്ള വീട്ടിലായിരുന്നു ആദ്യ തെളിവെടുപ്പ്. ഇവിടെ ഒളിപ്പിച്ചു വച്ചിരുന്ന 12 ലക്ഷം രൂപ പോലീസ് കണ്ടെടുത്തു. തുടർന്ന് 11 മണിയോടെ കാടുകുറ്റിയിലേക്ക് കൊണ്ടുപോയി. ഇവിടെ ബിനീഷ് എന്ന സുഹൃത്തിന് നൽകിയ 2,90,000 രൂപ കണ്ടെത്തി. ബാങ്കിൽ നിന്നും അപഹരിച്ച പണത്തിൽ നിന്നാണ് ഇയാൾ ബിനീഷിന്റെ കടം തീർത്തത്. തുടർന്നാണ് പ്രതിയെ ബാങ്കിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. പ്രതിയെ ബാങ്കിലെത്തിച്ചു. ജീവനക്കാരെ കത്തികാട്ടി ഭയപ്പെടുത്തിയതും കൌണ്ടറിലെ ക്ലാസുകൾ തല്ലിത്തകർത്തതും പ്രതി വിവരിച്ചു. തെളിവെടുപ്പ് പൂർത്തിയായതോടെ പ്രതിയെ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ആഡംബര ജീവിതത്തിനു വേണ്ടി മാത്രമായിരുന്നു തനിക്ക് ഗൾഫിൽ നിന്ന് ലഭിച്ച പണമെല്ലാം ചിലവഴിച്ചതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. വിദേശത്തുള്ള ജ്യേഷ്ഠനുമായി കലഹിച്ചാണ് 2 വർഷം മുമ്പ് വീട് വിട്ടിറങ്ങിയത്. വലിയൊരു തുക കടം വാങ്ങി പോട്ടയിലെ ഇപ്പോഴത്തെ വീടും സ്വന്തമാക്കി. ഭാര്യയുമായി കുവൈറ്റിലായിരുന്നു റിജോ ആന്റണി. 3 വർഷം മുമ്പാണ് ജോലി മതിയാക്കി നാട്ടിലെത്തിയത്. ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷ്, SHO MK സജീവ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. പെരുമ്പിലാവ് KR ബാറിൽ സംഘർഷത്തിൽ യുവാവിന്റെ തലയോട്ടി അടിച്ചു തകർത്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെരുമ്പിലാവ് കരിക്കാട് ചോല സ്വദേശി ഷക്കീറിനാണ് മർദ്ദനമേറ്റത്. ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാരാണ് ഹോക്കി സ്റ്റിക്ക് കൊണ്ട് യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ബാറിനുള്ളിൽ പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് ബാറിൽ നിന്ന് പുറത്തേക്ക് ആക്കുകയും പിന്നീട് റോഡിൽ വെച്ചും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ തലയോട്ടി പൊട്ടുകയും തലച്ചോറിൽ നിന്ന് രക്തപ്രവാഹം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റ യുവാവിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ KSRTC സ്റ്റാൻഡിന് സമീപം ഇലക്ട്രിക്കൽ ആൻഡ് സാനിറ്ററി വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. നിരവധി ഇലക്ട്രിക്കൽ സാനിറ്ററി ഉൽപ്പന്നങ്ങൾ കത്തിനശിച്ചു. ആർക്കും പരിക്കില്ല. KSRTC സ്റ്റാൻഡിന് സമീപം മസ്ജിദ് റോഡിൽ 4 നില കെട്ടിടത്തിലുള്ള JS ഇലക്ട്രിക്കൽസ് ആൻഡ് സാനിറ്ററീസ് എന്ന വ്യാപാര സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. ചേലക്കര കിള്ളിമംഗലം സ്വദേശി സുനിൽ എന്നയാളുടേതാണ് വ്യാപാര സ്ഥാപനം. കടയുടെ മുൻപിലെ റോഡിലൂടെ പോയിരുന്ന ബസ്സിലെ ഡ്രൈവർ തീ കണ്ട് ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് തൃശൂർ, ചാലക്കുടി, പുതുക്കാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് 2 മണിക്കൂർ നീണ്ട പരിശ്രമത്തിൽ തീയണച്ചത്. വ്യാപാര സ്ഥാപനത്തിലെ ഇലക്ട്രിക്കൽ സാനിറ്ററീസ് ഉൽപ്പന്നങ്ങൾ പുകഞ്ഞു കത്തിക്കൊണ്ടിരുന്നതിനാൽ കനത്ത പുക മൂലം ദീർഘനേരത്തേക്ക് അഗ്നിശമന സേനാംഗങ്ങൾക്ക് കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിക്കാനായില്ല. തുടർന്ന് പുക ഒഴിവാക്കാനായി കെട്ടിടത്തിന്റെ മുൻഭാഗത്തെ ചില്ല് തകർക്കുകയായിരുന്നു. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. ജില്ലാ ഫയർ ഓഫീസർ MS സുവി, തൃശൂർ സ്റ്റേഷൻ ഓഫീസർ B വൈശാഖ്, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർമാരായ അനിൽകുമാർ, ഹരികുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള അഗ്നിസുരക്ഷാ സേനാംഗങ്ങളാണ് തീയണച്ചത്. വൻ പോലീസ് സന്നാഹവും സ്ഥലത്തെത്തിയിരുന്നു. TCV ന്യൂസ്, തൃശൂർ. പ്രസിദ്ധമായ മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കം നാളെ.
നാളെ ഉച്ചയ്ക്ക് 12:30 തട്ടക കുതിരകളുടെ എഴുന്നള്ളിപ്പ്, കുംഭകുടം എഴുന്നള്ളിപ്പ് എന്നിവ തുടങ്ങുന്നതോടെ പ്രസിദ്ധമായ മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കത്തിന് തുടക്കമാകും. മാമാങ്കത്തിന് എഴുന്നള്ളിപ്പ് തട്ടകങ്ങളായ വിരുപ്പാക്ക, മണലിത്തറ, കരുമത്ര, പാർലിക്കാട്, മംഗലം എന്നിവിടങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പ് കുതിരകൾ കുമരം കിണറ്റിങ്കര ക്ഷേത്രത്തിന് സമീപം പാടത്തിലെത്തിയതിനു ശേഷം ഉച്ചയ്ക്ക് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെ ഭഗവതി കുതിരയ്ക്കൊപ്പം തിരുവാണിക്കാവ് ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ഉച്ചയ്ക്ക് 2:30 തിരുവാണിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ 100-ൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന പാണ്ടിമേളം ആരംഭിക്കും. തുടർന്ന് വൈകിട്ട് 5:30 എഴുന്നള്ളിപ്പ് കുതിരകൾ ക്ഷേത്രം വലം വെച്ചുള്ള കുതിരക്കളി നടക്കും. തുടർന്ന് പൂതൻതിറ, ഹരിജൻ വേല എന്നിവയും ഉണ്ടാകും. ആചാര അനുഷ്ഠാനങ്ങളുടെ സംഗമഭൂമിയായ മച്ചാട് മാമാങ്കത്തിനുള്ള ദേശക്കുതിര നിർമ്മാണം അവസാനഘട്ടത്തിൽ. ദേശത്തെ ആബാലവൃദ്ധം ഭക്തജനങ്ങളും മുൻകൈയെടുത്ത് സഹകരിച്ചാണ് ഓരോ തട്ടകവും കുതിരകളെ നിർമ്മിക്കുന്നത്. മരത്തിന്റെ ഫ്രെയിമിൽ പച്ചമുള കീറി അലക്കുകൾ ഉണ്ടാക്കി കുതിരയുടെ രൂപത്തിൽ വെച്ച് കെട്ടി അതിനു മുകളിൽ വൈക്കോലും തുണിയും ചുറ്റിയാണ് കുതിരകളെ നിർമ്മിക്കുന്നത്. കുതിരത്തല നാളെ എഴുന്നള്ളിപ്പിന് മുൻപ് ദേശത്തെ തച്ചൻ പൂജകൾക്ക് ശേഷം മാത്രമേ വെക്കുകയുള്ളൂ. 11 കുതിരകളാണ് ഇത്തവണ എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 12 മണിയോടെ വിവിധ തട്ടകങ്ങളിൽ നിന്നുള്ള കുതിര എഴുന്നള്ളിപ്പ് ആരംഭിക്കും. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഷഹീർ ബാബുവിനെ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ സസ്പെൻഡ് ചെയ്തു. ED ചമഞ്ഞ് പണം തട്ടിയ സംഭവത്തിൽ കർണാടക പോലീസ് ഇയാളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് നടപടി. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കർണാടക പോലീസ് ഷഹീർ ബാബു ഉൾപ്പെടെ 6 പേരെ അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സൺ വിളിച്ചു ചേർത്ത യോഗത്തിൽ കയ്യാങ്കളി. ജനപ്രതിനിധികളും ആശുപത്രിയിലെ സെക്രട്ടറിയും ചികിത്സ തേടി. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസാബ്, താലൂക്ക് ആശുപത്രി സെക്രട്ടറി ഷഫീർ എന്നിവരാണ് ചികിത്സ തേടിയത്. ചർച്ചയ്ക്കിടയിൽ ആശുപത്രിയിലെ സെക്രട്ടറി അക്രമാസക്തനായതോടെ ജനപ്രതിനിധികൾ ഇടപെട്ട് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുകയായിരുന്നുവെന്നാണ് നഗരസഭാ അധികൃതരുടെ വാദം. സംഭവത്തെക്കുറിച്ച് ഒന്നും പറയാനില്ലെന്ന് സെക്രട്ടറി ഷഫീർ പറഞ്ഞു. താലൂക്ക് ആശുപത്രിയിൽ വിവിധ ലാബ് പരിശോധനകളുടെ പണമിടപാടിൽ കൃത്രിമം നടന്നതായി ആരോപണം ഉയരുകയും തുടർന്ന് വിജിലൻസ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെ ഒരു താൽക്കാലിക ജീവനക്കാരി രാജിവെച്ചു പോയിരുന്നു. എന്നാൽ ആശുപത്രി അധികൃതർ ഈ ജീവനക്കാരിക്ക് പുനർനിയമനം നൽകി. ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാനായി നഗരസഭാ ചെയർപേഴ്സൺ ആശുപത്രി സൂപ്രണ്ടിനെയും സെക്രട്ടറിയെയും നഗരസഭാ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിനിടയിലാണ് കയ്യാങ്കളിയുണ്ടായത്. പ്രളയത്തിൽ തകർന്ന റോഡുകളുടെ പുനർനിർമ്മാണത്തിന് അനുവദിച്ച ഫണ്ട് സ്വന്തം ആവശ്യത്തിനായി ദുരുപയോഗം ചെയ്ത എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്ത്ലാൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തത് സംഘർഷത്തിനിടയാക്കി. മങ്ങാട് പള്ളിക്ക് സമീപത്തു നിന്ന് ആരംഭിച്ച മാർച്ച് സെന്ററിൽ വെച്ച് പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DCC സെക്രട്ടറി K. അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. CPM നേതാവ് കൂടിയായ S. ബസന്ത്ലാൽ റീബിൽഡ് കേരളയുടെ 1.5 കോടി രൂപ ദുരുപയോഗം ചെയ്ത് സ്വന്തം സ്ഥലത്തിന് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചെന്നും വീട്ടിലേക്ക് റോഡ് നിർമ്മിച്ചെന്നും K. അജിത് കുമാർ ആരോപിച്ചു. ഒരുപാട് ദുരിതങ്ങൾ കഴിഞ്ഞ പ്രളയവും അതിനു മുമ്പുള്ള പ്രളയവും ഒക്കെയായി ബന്ധപ്പെട്ട് എരുമപ്പെട്ടി പഞ്ചായത്തിലുണ്ട്. അതിനുവേണ്ടി സർക്കാർ അനുവദിക്കുന്ന ഫണ്ട് സ്വന്തം വികസനത്തിനായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് പരമ്പരാഗതമായി ബസന്ത്ലാലിനും അദ്ദേഹത്തിന്റെ പൂർവികർക്കും ഒക്കെ അതാണ് ശീലം. പ്രളയത്തിന്റെ ഫണ്ട് കിട്ടിയപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റിയിലോ മറ്റോ ചർച്ച ചെയ്യാതെ ആളുകൾക്ക് വേറെ എവിടെങ്കിലും ഇതിനേക്കാൾ പ്രാധാന്യമുള്ള പ്രവർത്തനങ്ങളുണ്ടോ എന്ന് ചർച്ച പോലും ചെയ്യാതെ അദ്ദേഹത്തിന്റെ വീടിന്റെ പറമ്പ് പുറമ്പോക്കടക്കമുള്ള ആ സ്ഥലം, പണ്ടുകാലത്ത് പരാതി കൊടുത്ത് പുറമ്പോക്കായിട്ടിരിക്കുന്ന സ്ഥലം ഉൾപ്പെടുന്ന സ്ഥലം മതിൽ കെട്ടി സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, TK ദേവസി, PS സുനീഷ് എന്നിവർ പങ്കെടുത്തു. പ്രതിഷേധ യോഗത്തിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞു. പിന്നീട് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു. പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. ഉന്തിലും തള്ളിലും ഏതാനും ചില പ്രവർത്തകർക്കും ഒരു പോലീസ് ഓഫീസർക്കും നിസാര പരിക്കേറ്റു.
മാർച്ചിന് MC ഐജു, NK കബീർ, അജു നെല്ലുവായ്, KR രാധിക, സുജാത തുളസി, റീന വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. TCV ന്യൂസ്, എരുമപ്പെട്ടി. മാള അഷ്ടമിച്ചിറയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് ഭർത്താവിന്റെ വെട്ടേറ്റ് ചികിത്സയിലായിരുന്ന ഭാര്യ മരിച്ചു. പഴമ്പിള്ളി വീട്ടിൽ 36 വയസ്സുള്ള ശ്രീഷ്മയാണ് മരിച്ചത്. ഭർത്താവ് വാസനെ അന്ന് തന്നെ പോലീസ് സംഭവസ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ജനുവരി 29-നായിരുന്നു സംഭവം. കയ്യും കാലും അറ്റുപോകാവുന്ന നിലയിൽ എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നിരവധി ശസ്ത്രക്രിയകളും ചെയ്തിരുന്നു. രക്തത്തിലെ അണുബാധയാണ് മരണത്തിനിടയാക്കിയതെന്നാണ് സൂചന. അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ് ഗുരുതരാവസ്ഥയിൽ തുടരുന്ന കാട്ടാനയെ വീണ്ടും വരുതിയിലാക്കി പിടികൂടി ചികിത്സ നൽകുന്നതിനായി 2 കുങ്കിയാനകളെ കൂടി എത്തിച്ചു. വയനാട്ടിൽ നിന്നുള്ള സുരേന്ദ്രൻ, കുഞ്ചു എന്നീ കുങ്കിയാനകളെയാണ് ഇന്നെത്തിച്ചത്. വിക്രം എന്ന താപ്പാനയെ കഴിഞ്ഞ ദിവസം പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ 15-ാം ബ്ലോക്കിൽ എത്തിച്ചിരുന്നു. അങ്കനവാടിക്ക് സമീപം പ്രത്യേക സുരക്ഷയിലാണ് കുങ്കിയാനയെ കെട്ടിയിട്ടിരിക്കുന്നത്. മറ്റ് ആനകൾ കടക്കാതിരിക്കാനുള്ള ഫെൻസിംഗ് സംവിധാനം ഇവിടെയുണ്ട്. മുറിവേറ്റ കാട്ടാനയെ പിടികൂടാനുള്ള ദൌത്യം നാളെ ആരംഭിച്ചേക്കും. നിലവിൽ ജനവാസ മേഖലയിലാണ് കൊമ്പൻ നിലയുറപ്പിച്ചിട്ടുള്ളത്. കൊമ്പനെ പിടികൂടി ചികിത്സിക്കാൻ കോടനാട് ആനക്കൂട് തയ്യാറാക്കുന്നുണ്ട്. പിന്നീട് കുങ്കിയാനകളുടെ സഹായത്തോടെ ആനയെ പിടികൂടി ചികിത്സാർത്ഥം കോടനാട്ടിലേക്ക് കൊണ്ടുപോകും. കുട്ടനാട് MLA തോമസ് കെ തോമസ് NCP സംസ്ഥാന അധ്യക്ഷനാകും. NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. PC ചാക്കോ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി തുടരും. തൃശൂർ കുന്നംകുളം റൂട്ടിൽ പൂങ്കുന്നം മുതൽ പുഴയ്ക്കൽ വരെയുള്ള മേഖലയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. കുറ്റിപ്പുറം ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായാണ് നിയന്ത്രണം. പൂങ്കുന്നത്ത് നിന്ന് പുഴയ്ക്കൽ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പടിഞ്ഞാറേക്കോട്ട അയ്യന്തോൾ വഴി പുഴയ്ക്കലിൽ പ്രവേശിക്കണം. കുന്നംകുളം ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾക്ക് പുഴയ്ക്കലിൽ നിന്ന് പൂങ്കുന്നത്തേക്ക് നേരിട്ട് പ്രവേശിക്കാം. മാസങ്ങളോളം നിർത്തിവച്ച തൃശൂർ കുന്നംകുളം റോഡിന്റെ പുനർനിർമ്മാണം ഏതാനും ദിവസം മുമ്പാണ് ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ പുഴയ്ക്കൽ മുതുവറ മേഖലയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ. മുതുവറയിൽ സിമന്റ് കട്ട പാകിയ റോഡ് പൊളിച്ചു തുടങ്ങി. നിലവിൽ മുതുവറയിൽ ഏതാനും ദൂരം ഒരു വരി ഗതാഗതമാണ് അനുവദിച്ചിട്ടുള്ളത്. സ്വരാജ് റൌണ്ട് മുതൽ കല്ലുംപുറം വരെയുള്ള 33 കിലോമീറ്റർ ദൂരമാണ് റീബിൽഡ് കേരളയുടെ ഭാഗമായി നവീകരിക്കുന്നത്. പൂങ്കുന്നം പുഴയ്ക്കൽ ഭാഗത്ത് റോഡ് പണി നടക്കുന്നതിനാൽ അയ്യന്തോൾ മോഡൽ റോഡിൽ വാഹനത്തിരക്കേറി. അയ്യന്തോൾ കർഷക നഗർ സെന്ററിൽ ഗതാഗത തടസ്സം തീർക്കാൻ പലപ്പോഴും ബസ് ജീവനക്കാർ തന്നെ റോഡിൽ ഇറങ്ങി ഗതാഗതം നിയന്ത്രിക്കുകയാണ്. ഇത് പലപ്പോഴും വാക്കേറ്റത്തിനും വഴക്കിനും ഇടയാക്കുന്ന സാഹചര്യവും ഉണ്ട്. ഗതാഗത കുരുക്ക് മൂലം യാത്രക്കാർക്ക് സമയനഷ്ടവും അപകട സാധ്യതയും ഏറുകയാണ്. പ്രശ്നപരിഹാരത്തിന് പോലീസിനെ നിയോഗിച്ച് ഗതാഗതം നിയന്ത്രിക്കണമെന്ന് 2 വീലർ യൂസേഴ്സ് അസോസിയേഷൻ ചെയർമാൻ ജെയിംസ് മുട്ടിക്കൽ ആവശ്യപ്പെട്ടു. സ്വർണ്ണവിലയിൽ ഇന്ന് മുന്നേറ്റം. 400 രൂപ വർദ്ധിച്ച് 1 പവൻ സ്വർണത്തിന്റെ വില 63,520 രൂപയായി. ഗ്രാമിന് 50 രൂപ വർദ്ധിച്ച് 7,940 രൂപയായി. കഴിഞ്ഞ മാസം 22-നാണ് പവന്റെ വില ചരിത്രത്തിലാദ്യമായി 60,000 കടക്കുന്നത്. എരുമപ്പെട്ടി നെല്ലുവായ് പട്ടാമ്പി റോഡ് മുരിങ്ങത്തേരിയിൽ ബൈക്കിൽ നിന്നും വീണ യുവാവിന് പരിക്കേറ്റു. നെല്ലുവായ് മുരിങ്ങത്തേരി വീട്ടിൽ വിജയനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ വിജയനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ മമ്മിയൂരിൽ ടോറസ് ഇടിച്ച് ബൈക്ക് യാത്രികർക്ക് പരിക്കേറ്റു. ഇരിങ്ങപ്പുറം സ്വദേശികളായ ചാണാശ്ശേരി സതീഷ്, പുന്ന വിപിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. മമ്മിയൂർ സെന്ററിൽ പുലർച്ചെ 3:30യോടെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ ആക്ട്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം കാണിപ്പയ്യൂർ കുരിശിന് സമീപം രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസ് കാറിന് പുറകിൽ ഇടിച്ച അപകടം. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ആംബുലൻസ് ഡ്രൈവർക്കും കാർ ഡ്രൈവർക്കും ആംബുലൻസിൽ രോഗിയോടൊപ്പം ഉണ്ടായിരുന്ന ആൾക്കുമാണ് പരിക്കേറ്റത്. ആംബുലൻസിന് മുൻപിൽ പോകുകയായിരുന്ന കാർ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയതോടെ നിയന്ത്രണം വിട്ട ആംബുലൻസ് കാറിന് പുറകിൽ ഇടിക്കുകയായിരുന്നു. ശ്രീനാരായണപുരം പഞ്ചായത്ത് നടപ്പിലാക്കുന്ന വനിതാ ജിംനേഷ്യം സെന്ററിന്റെ ഉദ്ഘാടനവും സമ്പൂർണ്ണ ഫിറ്റ്നസ് ക്ലബിന്റെ പ്രഖ്യാപനവും നടന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. E.T. ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അയ്യൂബ്, PA നൌഷാദ്, സെക്രട്ടറി രഹന എന്നിവർ സംസാരിച്ചു. സന്തോഷം ഞാൻ ആദ്യമായിട്ട് രേഖപ്പെടുത്തുകയാണ്.
നമ്മുടെ SLപുരം നേരത്തെ തന്നെ സ്ത്രീപക്ഷ നിലപാടുകൾ എപ്പോഴും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ്. പല പരിപാടികളിലും ആ ആശയം ഉൾക്കൊള്ളുന്ന നിരവധി പരിപാടികളിൽ ഈ പ്രദേശത്ത് പ്രായമാകുമ്പോൾ തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന വളർത്തുമൃഗങ്ങളുടെ പ്രതിനിധിയാണ് കുഞ്ഞൻ എന്ന നായ. ഉടമ തെരുവിൽ തള്ളിയ കുഞ്ഞൻ ഇന്ന് അനാഥനല്ല. സലീഷിയെയും അമ്പിളിക്കല ടീച്ചറെയും പോലുള്ള സന്മനസ്സുകൾ അവന് തുണയായുണ്ട്. കൊടുങ്ങല്ലൂർ കിഴക്കേ നടയിലുള്ള ഭാരത് പെട്രോളിയത്തിന്റെ പെട്രോൾ പമ്പിലെ അന്തേവാസിയാണ് കുഞ്ഞൻ. ഗോൾഡൻ റിട്രീവർ സങ്കരയിനത്തിൽപ്പെട്ട കുഞ്ഞന് പ്രായമേറിയപ്പോൾ ഉടമ ഉപേക്ഷിച്ചതാവാമെന്നാണ് സൂചന. മാസങ്ങളോളം തൃപ്പേക്കുളം നഗരത്തിൽ അലഞ്ഞുതിരിഞ്ഞിരുന്ന കുഞ്ഞന് മതിലകം തൃപ്പേക്കുളം LP സ്കൂളിലെ പ്രധാനാധ്യാപിക അമ്പിളി ടീച്ചർ ഭക്ഷണം നൽകി വരികയായിരുന്നു. പിന്നീടാണ് അവൻ കിഴക്കേ നടയിലെ പെട്രോൾ പമ്പിലെത്തിയത്. തുടർന്ന് പമ്പിലെ ജീവനക്കാരിയായ സലീഷ കുഞ്ഞനെ ദത്തെടുക്കുകയായിരുന്നു. ടീച്ചറും സലീഷയും ചേർന്ന് കുഞ്ഞന് പ്രതിരോധ കുത്തിവെപ്പെടുപ്പിക്കുകയും ഗ്രൂമിംഗ് സെന്ററിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് സുന്ദരനാക്കുകയും ചെയ്തു. തുടങ്ങി ഞാൻ ഫീഡ് ചെയ്യാറുണ്ട് അവനെ കാണുമ്പോഴൊക്കെ. പിന്നെ കുറച്ച് ദിവസം അവൻ പുല്ലൂറ്റുണ്ടായിരുന്നു. അങ്ങനെ പുല്ലൂറ്റ് കുറച്ച് ദിവസം ഞാൻ ഫീഡ് ചെയ്തു. പിന്നെ അവനെ കാണാണ്ടായി. പിന്നെ ഞാൻ അങ്ങനെ യാദൃച്ഛികമായിട്ടാണ് ഈ പമ്പിൽ അവനെ കാണുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഈ കുട്ടി ഭക്ഷണം കൊടുക്കണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ എന്നാലോചിച്ചിട്ട്. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഇവിടെ അന്വേഷിക്കുമ്പോൾ എന്നും സലീഷ അവനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. അവനെല്ലാ നേരം 2-3 നേരം ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അവനെല്ലാം ചെയ്യുന്നുണ്ട്. അവനിപ്പോൾ ഇവിടുത്തെ ഒരു അന്തേവാസിയായി. ഇവിടെ ഒരു ദിവസം ഇതേപോലെ ഉച്ചയ്ക്ക് ഇത് വന്നു കയറിയതാണ്. ആ ഷെഡിൽ ഒരു മൂലയിൽ ഒതുങ്ങി കൂടി കിടക്കായിരുന്നു. പാവം തോന്നിയിട്ട് ഞാൻ ചാടിയമ്മളത് പെറോട്ട കഴിച്ചുകൊണ്ട് കൊടുത്തു. ആള് കഴിച്ച് ബിസ്ക്കറ്റ് കൊടുത്തു. പിന്നെ ഇവിടെ തന്നെ സ്ഥിരമായി. എന്നാലും ഇടയ്ക്ക് പോകും. ആള് പുറത്ത് പോയി കറങ്ങിയിട്ട് വരും. എന്നാലും ഉച്ച നേരം ആകുമ്പോൾ വരലുണ്ട് ഫുഡ് കൊടുക്കുക. ഞാൻ വീട്ടിൽ നിന്ന് 2000-നുള്ള ഫുഡ് കൊണ്ടുവരും അവന്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് വന്ന് കൊടുത്തിട്ടേ ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് കയറാറുള്ളൂ. പെട്രോൾ പമ്പിലെ മറ്റ് ജീവനക്കാർക്കും കുഞ്ഞൻ പ്രിയപ്പെട്ടവനാണ്. നാളിതുവരെ കുഞ്ഞൻ വിശപ്പറിയാതെ കഴിയുന്നത് സലീഷയുടെ കരുതൽ ഒന്നുകൊണ്ട് മാത്രമാണ്. വീടുകളിൽ വളരുന്ന ഓമന മൃഗങ്ങൾക്ക് സ്വന്തമായി ഭക്ഷണം തേടാനും ശത്രുക്കളുടെ ആക്രമണത്തെ നേരിടാനുമുള്ള ശേഷി കുറവായിരിക്കും. ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്ന വളർത്തുമൃഗങ്ങൾ തെരുവിന്റെ സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ കഴിയാതെ ജീവൻ വെടിയുകയാണ് പതിവ്. കുഞ്ഞനെ ഭാഗ്യവും നന്മയും തുണച്ചുവെങ്കിലും തെരുവിൽ ഒട്ടനവധി കുഞ്ഞന്മാർ ഉപേക്ഷിക്കപ്പെട്ട് അലയുന്നുണ്ട് ഇപ്പോഴും. നന്മ പറ്റാത്ത മനുഷ്യരുടെ തണലിൽ ജീവിക്കുമ്പോൾ കുഞ്ഞനിത് 2ാം ജന്മമാണ്. TC വിനോസ്, കൊടുങ്ങല്ലൂർ. CPM 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ പതാക ദിനം ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റിയിൽ നടന്നു. മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി BR സന്തോഷ് അധ്യക്ഷത വഹിച്ചു. CF രാജൻ, കൃഷ്ണൻ തുപ്പത്ത്, AC രമേശ്, PR ബിനേഷ്, KK മനോജ് എന്നിവർ സംസാരിച്ചു. മാർച്ച് 6 മുതൽ 9 വരെ കൊല്ലത്ത് വെച്ചാണ് സമ്മേളനം. പെരിങ്ങോട്ടുകര സെറാഫിക് കോൺവെന്റിന് മുൻവശം നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് യുവാവിന് പരിക്ക്. പെരിഞ്ഞനം വെസ്റ്റ് സ്വദേശി തേപ്പറമ്പിൽ ഷെഫീഖിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഷെഫീഖിനെ വലപ്പാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് കാർ നിർത്താതെ പോയി. വള്ളത്തോൾ നഗർ താഴപ്രയിൽ വൈദ്യുതി കമ്പിയിൽ നിന്നും യുവാവിന് ഷോക്കേറ്റു. കഴിഞ്ഞ ദിവസം പ്ലാവിൽ ചക്ക പറിക്കാൻ കയറിയ ചെറുതുരുത്തി താഴപ്ര കുന്നത്തുവീട്ടിൽ ഷുഹൈബിനാണ് ഷോക്കേറ്റത്. പ്ലാവിൽ നിന്ന് താഴത്ത് വീണതിനെ തുടർന്ന് പരിക്കേറ്റ ഷുഹൈബിനെ വാണിയംകുളം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചക്ക പറിക്കുന്നതിനിടെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് തോട്ടി HT ലൈനിൽ തട്ടുകയായിരുന്നു. സംഭവം അറിഞ്ഞ് വൈദ്യുതി വകുപ്പ് ജീവനക്കാർ സംഭവസ്ഥലത്തെത്തിയിരുന്നു. തദ്ദേശ ദിനാഘോഷം ഈ മാസം 18, 19 തീയതികളിൽ ഗുരുവായൂരിൽ നടക്കും. ചൊവ്വാഴ്ച വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് അക്കാദമിക് സെക്ഷൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി MP രാജേഷ് അധ്യക്ഷത വഹിക്കും. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12-ന് സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി K രാജൻ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ R ബിന്ദു എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും.
കുന്നംകുളം പാറേമ്പാടം പെട്രോൾ പമ്പിന് സമീപം ആഡംബര കാർ അപകടത്തിൽപ്പെട്ടു. കുന്നംകുളം ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് ഉച്ചയോടെയാണ് അപകടമുണ്ടായത്. പാതയോരത്തെ ജലവിതരണ പൈപ്പിൽ ഇടിച്ചതിന് ശേഷം നിയന്ത്രണം വിട്ട കാർ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കോട്ടക്കൽ സ്വദേശിയുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. മാളയിൽ തുടരുന്ന കാലിക്കറ്റ് സർവകലാശാല ഡി സോൺ കലോത്സവം ഇന്ന് സമാപിക്കും. മാള ഹോളിഗ്രേസിൽ നടന്ന കലോത്സവം വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് ജനുവരി 28-നാണ് പോലീസ് ഇടപെട്ട് മാറ്റിവെച്ചത്. വിദ്യാർത്ഥികളെയും കൂടെ വരുന്നവരെയും ക്യാമ്പസിലേക്ക് പ്രവേശിപ്പിക്കുന്നത് മെറ്റൽ ഡിറ്റക്ടർ സംവിധാനമുള്ള വഴിയിലൂടെയാണ്. അകത്തേക്ക് പ്രവേശിക്കാനും പുറത്തു കടക്കാനും പ്രത്യേക വഴികളൊരുക്കിയിട്ടുണ്ട്. ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ നിന്നുള്ള 200ഓളം ക്യാമ്പിലെ പോലീസ് സേനയാണ് കലോത്സവത്തിന്റെ നടത്തിപ്പിനായി നിയോഗിച്ചിട്ടുള്ളത്. നിരീക്ഷണ ക്യാമറ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും പോലീസ് നിയന്ത്രണത്തിലാണ്. കോടതി ഉത്തരവിനെ തുടർന്ന് 5 വേദികളിൽ പകൽ 9 മുതൽ 5 വരെയാണ് മത്സരങ്ങൾ നടത്തുന്നത്. പുല്ലഴി മൈത്രി ആർട്ട് സമിതിയുടെ വാർഷിക പൊതുയോഗം നടന്നു. പ്രസിഡന്റായി ഷാജു കുണ്ടോളിയെയും സെക്രട്ടറിയായി കെ നാണുവിനെയും ട്രഷററായി രമേശ് തീയാടിയെയും തെരഞ്ഞെടുത്തു. സിപിഐ പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി വെങ്കിടങ്ങ് കോർലി ബ്രാഞ്ച് സമ്മേളനം നടന്നു. സിപിഐ മണലൂർ മണ്ഡലം സെക്രട്ടറി വി.ആർ. മനോജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു ഗോപി അധ്യക്ഷത വഹിച്ചു. ബെന്നി ആന്റണി, സി.പി. ജോൺസൺ, കൊച്ചപ്പൻ വടക്കൻ, കെ.സി. ജോസഫ്, സിന്ധു വിൻസെന്റ് തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടകാമ്പാൽ തിരുവാതിര വാണ്യത്തിന്റെ ഭാഗമായി നടത്തിയ ചങ്ങാതിക്കുറിയിൽ നിന്നും ലഭിച്ച തുക പഞ്ചായത്തിലെ അർഹരായ ഡയാലിസിസ് രോഗികൾക്ക് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇ.എസ്. രേഷ്മ, വി.പി. സണ്ണി എന്നിവർ ചേർന്ന് തുക കൈമാറി. വാണ്യസമിതി പ്രസിഡന്റ് എം.കെ. സോമൻ അധ്യക്ഷത വഹിച്ചു. എൻ.കെ. അശോകൻ, പി.സി. ബിനോയ്, ടി.എം. ഷിബു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി.എസ്. മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ ജിംഖാന ഫുട്ബോൾ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റ് ഈ മാസം 19 മുതൽ 23 വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് കോർപ്പറേഷൻ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പ്രമുഖ വ്യാപാരി ജോസ് ആലുക്കാസ് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഉദ്ഘാടന മത്സരത്തിൽ ഗുജറാത്ത് വെറ്ററൻസ് ഫുട്ബോൾ അസോസിയേഷൻ മുതുതല എഫ്.സിയുമായി ഏറ്റുമുട്ടും. മുൻ ഇന്ത്യൻ താരങ്ങളും സന്തോഷ് ട്രോഫി താരങ്ങളും പങ്കെടുക്കുന്ന 60 വയസ്സിന് മുകളിലുള്ളവരുടെ 2 മത്സരങ്ങൾ 22-23 തീയതികളിൽ ടൂർണമെന്റ് ഭാഗമായി നടക്കും. ജിംഖാന ഫുട്ബോൾ ക്ലബ് സെക്രട്ടറി എം. സലീം, മറ്റ് ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ, ജോൺസൺ കോച്ചേരി, സേതുമാധവൻ, ബാബു പാമ്പൂർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ മേഖലയിൽ വൻതോതിൽ വർദ്ധിച്ചുവരുന്ന ലഹരി വിൽപ്പനയും ലഹരി ഉപയോഗവും തടയണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ച കൊടുങ്ങല്ലൂർ എക്സൈസ് സർക്കിൾ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ബി.ജെ.പി. സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഉദ്ഘാടനം ചെയ്തു. ബി.ജെ.പി. മണ്ഡലം വൈസ് പ്രസിഡന്റ് രശ്മി ബാബു അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് കാർത്തിക, സജയ് ബാബു, അഡ്വക്കേറ്റ് ലിഷ ജയനാരായണൻ എന്നിവർ സംസാരിച്ചു. മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും മറ്റു ഉൽപ്പന്നങ്ങളുടെയും നീണ്ട ഘോഷയാത്ര ഇങ്ങനെ അങ്ങാടിയിലൂടെ നടക്കുമ്പോഴും ചേലക്കര നായിഡു ഫാമിലി വെൽഫെയർ അസോസിയേഷൻ 23ാം സംസ്ഥാന സമ്മേളനം പട്ടിപ്പറമ്പിൽ നടന്നു. യു.ആർ. പ്രദീപ് എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കെ.ജി. വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി എം.എൽ. രാമകൃഷ്ണൻ, തിരുവല്ലുവാമല പഞ്ചായത്ത് പ്രസിഡന്റ് കെ. പത്മജ, സ്ഥിരം സമിതി അധ്യക്ഷൻ രാമചന്ദ്രൻ വെട്ടുകാട്ടിൽ, പഞ്ചായത്ത് അംഗം ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ് SRVUP സ്കൂളിന്റെ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപിക P.P. രാജിക്ക് യാത്രയയപ്പും നൽകി. E.T. ടൈസൺ M.L.A. ഉദ്ഘാടനം ചെയ്തു. എടതിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് T.K. ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. മാനേജ്മെന്റ് പ്രതിനിധി പ്രഭിത സമ്മാനദാനം നിർവഹിച്ചു. പെരുമ്പടപ്പ് സെന്റ് ആന്റണീസ് ചർച്ച് വികാരി ഫാദർ ഡോഫിൻ കാട്ടുപറമ്പിൽ, സ്റ്റാഫ് സെക്രട്ടറി K.R. മീര, പ്രധാന അധ്യാപിക V.V. ആശ, PTA പ്രസിഡന്റ് M.K. ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ കുട്ടികളെല്ലാം ഇങ്ങനെ പാറി
ചന്ദ്രാപിന്നി ഈസ്റ്റ് PMM UP സ്കൂളിന്റെ 100ാം വാർഷികത്തിനോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം നടന്നു. E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ PA ഷമീർ, പ്രധാനാധ്യാപിക VB ഷൈമ, സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, സ്കൂൾ മാനേജർ വിപിൻ പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് കൊണ്ടാഴി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഷുഹൈബ്, ശരത് ലാൽ, കൃപേഷ് എന്നിവരുടെ രക്തസാക്ഷി അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. രാഹുൽ, ശിവൻ വീട്ടിക്കുന്ന്, മോഹനൻ പാറത്തൊടി, ലതാ നാരായണൻ, കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ഭാരതപ്പുഴയിൽ ആനകളുടെ നീരാട്ട് കൗതുക കാഴ്ചയായി. ചെറുതുരുത്തി കോഴിമാംപറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന്റെ ഭാഗമായി വിവിധ ദേശക്കാരുടെ ആനകൾ ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന്റെ സമീപമുള്ള ഭാരതപ്പുഴയിലാണ് നീരാടാൻ എത്തിയിരുന്നത്. കനത്ത ചൂടിനെ തുടർന്ന് പുഴയിൽ നീരാടുന്ന ആനകളുടെ ഫോട്ടോയും വീഡിയോയും എടുക്കാനുമായി നിരവധി പേരാണ് എത്തിയത്. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ തൃശൂർ മുതൽ ഡൽഹി വരെ 3600 കിലോമീറ്റർ 56 ദിവസം സൈക്കിളിൽ യാത്ര ചെയ്ത അഭിനന്ദിനെ ആദരിച്ചു. നോ ഫ്യൂവൽ നോ പൊല്യൂഷൻ എന്ന സന്ദേശവുമായാണ് അഭിനന്ദ് യാത്ര നടത്തിയത്. സ്റ്റഡി സെന്റർ ചെയർമാൻ ആന്റോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. കൺവീനർ രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ, ജഗദീഷ് രാജ് വാളമുക്ക് തുടങ്ങിയവർ സംസാരിച്ചു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികം ആഘോഷിച്ചു. സബ് കളക്ടർ അഖിൽ വി മേനോൻ ഉദ്ഘാടനം ചെയ്തു. മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, പഞ്ചായത്ത് അംഗം കെ വൃന്ദകുമാരി, നടൻ വിനീത് വാസുദേവൻ, സ്കൂൾ മാനേജർ AN നീലകണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി അങ്കണവാടി വർക്കേഴ്സ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ പ്രോജക്ട് യോഗം CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. പ്രോജക്ട് പ്രസിഡന്റ് ഗീത KR അധ്യക്ഷയായി. ചിറ്റാട്ടുകര ലോക്കൽ സെക്രട്ടറി BR സന്തോഷ്, CPM എളവള്ളി ലോക്കൽ സെക്രട്ടറി PA ഷൈൻ, മുല്ലശ്ശേരി പ്രോജക്ട് സെക്രട്ടറി KP ശ്രീജ, KV മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. അസോസിയേഷൻ മുല്ലശ്ശേരി പ്രോജക്ട് സമ്മേളനം CITU മാർച്ച് 2-ന് പൂവത്തൂരിൽ നടക്കും. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കാനായി കഴിഞ്ഞ 11 വർഷങ്ങളായി ബജറ്റിൽ പ്രഖ്യാപിച്ച ഫണ്ട് ലാപ്സാക്കിയ നടപടിക്കെതിരെ സംയുക്ത സമരസമിതി പ്രക്ഷോഭത്തിലേക്ക്. സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെ ബുധനാഴ്ച സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം സംഘടിപ്പിക്കും. സർക്കാർ ഗ്രാന്റ് നൽകുന്ന സ്പെഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ പ്രായപരിധി 23 വയസ്സായി പുനർനിശ്ചയിക്കുകയും ആശ്വാസകിരണം പദ്ധതിയുടെ ആനുകൂല്യം കുടിശ്ശികയില്ലാതെ അർഹരായ മുഴുവൻ ഗുണഭോക്താക്കൾക്ക് നൽകുകയും വേണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. അസോസിയേഷൻ ഫോർ ദി ഇന്റലക്ച്വൽ ഡിസേബിൾഡ് പ്രസിഡന്റ് ഫാദർ ജോൺസൺ അന്തിക്കാട്, പാരന്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്റലക്ച്വലി ഡിസേബിൾഡ് പ്രതിനിധികളായ ജലജ പിള്ള, തോമസ്, റോബിൻ, ഷാജി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചേലക്കര പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1991 10ാം ക്ലാസ് ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജയൻ വെള്ളപ്പാറ അധ്യക്ഷത വഹിച്ചു. PMS മൂർത്തി, J മഞ്ജു, S സലീന, R ശശി, CV ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. എരുമപ്പെട്ടി സെന്റർ ബ്രാഞ്ചിൽ നടന്ന പരിപാടിയിൽ ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് പതാക ഉയർത്തി. എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽ മണി അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PT ദേവസി, PB ബിബിൻ, KK യോഗേഷ്, സുമന സുഗതൻ എന്നിവർ സംസാരിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനിയും ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന KK വേലായുധന്റെ 23ാം ചരമവാർഷികം ആചരിച്ചു. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TI ചാക്കോ അധ്യക്ഷത വഹിച്ചു. മുരളി പെരുന്നല്ലി MLA, ഏരിയ സെക്രട്ടറി PA രമേശൻ, VN സുർജിത്ത്, AV ശ്രീവത്സൻ, KV രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു.
യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ശരത് ലാൽ കൃപേഷ് രക്തസാക്ഷി ദിനം യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ജില്ലാ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിലേക്ക് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും വിതരണം ചെയ്തു. അനുസ്മരണ യോഗം സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുഷിൽ ഗോപാൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി പ്രമോദ്, ജില്ലാ ജനറൽ സെക്രട്ടറി ഷെറിൻ തേർമഠം, ഷർബനോസ് പണിക്കവീട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ജനശ്രീ സുസ്ഥിര മിഷൻ വാടാനപ്പള്ളി മണ്ഡലം സഭാ കൺവെൻഷൻ ജനശ്രീ മിഷൻ ജില്ലാ ചെയർമാൻ ഒ അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. ജനശ്രീ നിയോജക മണ്ഡലം യൂണിയൻ ചെയർമാൻ പി കെ രാജൻ അധ്യക്ഷത വഹിച്ചു. വാടാനപ്പള്ളി മണ്ഡലം സഭാ ചെയർമാൻ സി ആർ രമേശ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എ മുസ്തഫ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ദീപൻ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സി എം നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ച് 6 നടത്തുന്ന ഏങ്ങണ്ടിയൂർ 1000 കണ്ണി ഭഗവതി ക്ഷേത്രം ഉത്സവത്തിന്റെ മുന്നോടിയായി ക്ഷേത്രം ട്രസ്റ്റി ഭാരവാഹികളുടെയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സംയുക്ത യോഗം ചേർന്നു. ഉത്സവത്തിന് 31 ആനകളെ അണിനിരത്താൻ തീരുമാനിച്ചു. വാടാനപ്പള്ളി സിഐ ബി എസ് ബിനു, SI ശ്രീലക്ഷ്മി, SI വിനീത്, ഫോറസ്റ്റ് ഓഫീസർമാരായ അനിൽകുമാർ, രാജീവ്, കമ്മിറ്റി അംഗം ജയറാം കടവിൽ, ട്രസ്റ്റിമാരായ വിശ്വംഭരൻ കാതോട്ട്, വിദ്യാസാഗരൻ കാതോട്ട്, രാമൻകുട്ടി കാതോട്ട് എന്നിവർ സംസാരിച്ചു. വാണിജ്യം. അത്യാധുനിക ഫീച്ചറുകളോടെ എത്തിയ സുസുക്കി ആക്സസ് 125ന്റെ പുതിയ മോഡലിന്റെ ലോഞ്ച് എരുമപ്പെട്ടി ബ്രോസിക്സ് മോട്ടോഴ്സിൽ നടന്നു. എരുമപ്പെട്ടി ബ്രോസിക്സ് മോട്ടോഴ്സ് ഷോറൂമിൽ നടന്ന വാഹനത്തിന്റെ ലോഞ്ചിംഗ് സുസുക്കി ഏരിയ മാനേജർ ഘോഷ്, ഇന്റൽ സുസുക്കി സീനിയർ സർവീസ് മാനേജർ ജയേഷ്, സെയിൽസ് മാനേജർ രാഹുൽ, ബ്രോസിക്സ് മോട്ടോഴ്സ് ജനറൽ മാനേജർ റനീഷ് ബാബു, മാനേജിംഗ് പാർട്ണർ നദീർ, മാനേജിംഗ് ഡയറക്ടർ ഷെരീഫ്, സർവീസ് മാനേജർ മുസ്തഫ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. വാഹനത്തിന്റെ ആദ്യ വിൽപ്പന സുസുക്കി ഏരിയ മാനേജർ ഘോഷ് കസ്റ്റമർ ഷാമില അബ്ദുൾ മാലിക്കിന് നൽകി നിർവഹിച്ചു. തുടർന്ന് ബുക്ക് ചെയ്ത കസ്റ്റമേഴ്സിനുള്ള വാഹനത്തിന്റെ താക്കോൽദാനവും നടന്നു. വിവിധ ഫിനാൻസ് കമ്പനി മാനേജർമാരും ഉപഭോക്താക്കളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഹസാർഡ് ലൈറ്റ്, പെട്രോൾ ക്യാപ്, ഇ ഓപ്പണിംഗ് സിസ്റ്റം, ആകർഷകമായ പുതിയ കളർ ഓപ്ഷനുകൾ എന്നിവയാണ് പുതിയ ആക്സസ് 125ന്റെ പ്രത്യേകത. സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ബ്രേക്ക് ലോക്കിംഗ് സിസ്റ്റം ഉൾപ്പെടെയുള്ള അത്യാധുനിക ഫീച്ചറുകളോടെ വിപണിയിലെത്തിയ സുസുക്കി ആക്സസ് 125 എരുമപ്പെട്ടി ബ്രോസിക്സ് മോട്ടോഴ്സ് ഷോറൂമിൽ നിന്നും ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാം. ബുക്കിംഗിനായി 9497604444 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7940, പവന് 63520, വെള്ളി ഗ്രാമിന് 107, പ്ലാറ്റിനം ഗ്രാമിന് 3479 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ ദിനത്തോടനുബന്ധിച്ചുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ശശി തരൂർ MP-യുടെ പ്രസ്താവന സർക്കാരിന്റെ പ്രവർത്തനത്തിനും കേരളത്തിനും കിട്ടിയ അംഗീകാരമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. തൃശൂർ ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് മോഷണക്കേസിലെ പ്രതി റിജോ ആന്റണിയെ ബാങ്കിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ബാങ്കിന് മുന്നിൽ വൻ ജനക്കൂട്ടം തടിച്ചുകൂടി. മോഷണം പോയ മുഴുവൻ പണവും പോലീസ് കണ്ടെത്തി. പെരുമ്പിലാവിൽ ബാറിൽ സംഘർഷത്തിൽ യുവാവിന്റെ തലയോട്ടി അടിച്ചു തകർത്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെരുമ്പിലാവ് സ്വദേശി ഷക്കീറിനാണ് സുരക്ഷാ ജീവനക്കാരുടെ മർദ്ദനമേറ്റത്. തൃശൂർ KSRTC സ്റ്റാൻഡിന് സമീപം ഇലക്ട്രിക്കൽ ആൻഡ് സാനിറ്ററി വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. നിരവധി ഇലക്ട്രിക്കൽ സാനിറ്ററി ഉൽപ്പന്നങ്ങൾ കത്തിനശിച്ചു. ആർക്കും പരിക്കില്ല. പ്രസിദ്ധമായ മച്ചാട് മാമാങ്കം നാളെ. മാമാങ്കത്തിനുള്ള ദേശകുതിര നിർമ്മാണം അവസാന ഘട്ടത്തിൽ. എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കുന്നത് 11 കുതിരകൾ.
കൊടുങ്ങല്ലൂർ എഎസ്ഐ ഷഹീർ ബാബുവിനെ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ സസ്പെൻഡ് ചെയ്തു. ഇഡി ചമഞ്ഞ് പണം തട്ടിയ സംഭവത്തിൽ അറസ്റ്റിലായതിനെ തുടർന്നാണ് നടപടി. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സൺ വിളിച്ചു ചേർത്ത യോഗത്തിൽ കയ്യാങ്കളി. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചിൽ സംഘർഷം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.